أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1149 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്ത് നൂറിലെ 3-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. സല്ലല്ലാഹുൽ അലിയുൽ അലീം. സൂറത്തുൻ നൂറിലെ 3-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ കൂടി നടത്തിയിട്ട് അതിലേക്ക് കടക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് പാപകൃത്യങ്ങൾക്കുള്ള ശിക്ഷ പല വിഷയങ്ങളിലും നമ്മൾ ഇതിനകം പരിചയപ്പെടുകയുണ്ടായി. അതിന്റെ പൊതു താല്പര്യം സമൂഹത്തിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ഭദ്രമായ കെട്ടുറപ്പുള്ള നിലനിൽപ്പും മനുഷ്യ സമൂഹത്തോടുള്ള ഗുണകാംക്ഷയുമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പാപം ചെയ്യുന്ന ആളുകളോട് പോലും അവരെ വളരെ കണിശമായി അത് അവരുടെ പാപകർമ്മങ്ങളെ കുറിച്ചുള്ള ചൊഴിഞ്ഞന്വേഷിച്ച് കണ്ടെത്തി ശിക്ഷ നടപ്പിലാക്കുക എന്ന ഒരു സമീപനമല്ല സ്വീകരിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമൂഹത്തിനിടയിൽ അത് മറഞ്ഞു കിടക്കുന്നതാണെങ്കിൽ അതൊന്നും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല എന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. ചില പുഴുക്കുത്തുകളൊക്കെ മറഞ്ഞു കിടക്കുന്നത് സമൂഹത്തിന് പൊതുവായിട്ട് അതിന്റെ ധാർമ്മികമായ ഭദ്രത തകരാതിരിക്കാനും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനോടുള്ള അതിനെ വളരെ ലളിതമായി കാണുന്ന ഒരു മനോഭാവം ഉണ്ടായി വരാതിരിക്കാനും ഒക്കെ അതിന്റെ വ്യാപനം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നിരന്തരമായി പലരും അത്തരം തിന്മകളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് വരുന്നത് ഇല്ലാതാവുന്നത് നല്ലതായിരിക്കും എന്നതാണ് അതിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ വ്യഭിചാരവൃത്തി സംബന്ധമായ ശിക്ഷയാണ് നമ്മൾ വായിച്ച 2 ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധ അർഹിക്കുന്ന ചില വിഷയങ്ങൾ അതുമായി അതിന്റെ അനുബന്ധമായിട്ടുള്ളത് ഈ ലൈംഗിക പൂരണത്തിന്റെ വേറെ പല ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്ന് വിവാഹം നിഷിദ്ധമായ സ്ത്രീയുമായി വ്യഭിചാരവൃത്തി നടത്തുക എന്നുള്ളതാണ്. അപ്പോ ഒരാൾക്ക് അമ്മയെ വിവാഹം ചെയ്യാൻ പറ്റൂല, മകളെ വിവാഹം ചെയ്യാൻ പറ്റൂല, സഹോദരിയെ വിവാഹം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സ്ത്രീകളുമായിട്ട് ഒരാള് വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ഏതൊരു വ്യക്തിയുമായുള്ള വ്യഭിചാരവൃത്തിയെക്കാളും കഠിനമായ അല്ലെങ്കിൽ
ഗൗരവമുള്ള ഒരു പാപം തന്നെയാണ് അത് എന്നത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇതിന്റെ ശിക്ഷാവിധി എന്തായിരിക്കണം എന്നത് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നൊന്നുമില്ല. തെളിയിക്കപ്പെട്ടതും കൺഫ്യസ് ചെയ്തതുമായ അത്തരം പാപകൃത്യങ്ങള് തീർച്ചയായിട്ടും ഇതേ ശിക്ഷ തന്നെയാണ് നൽകപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അത് സംബന്ധമായി അവ്യക്തത ഉള്ള വിഷയങ്ങള് ഖുർആന്റെയും സുന്നത്തിന്റെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട ശിക്ഷാവിധികളുടെ അതിനെ അവലംബിച്ചുകൊണ്ട്, അവയെ അവലംബമാക്കിക്കൊണ്ട് ന്യായാധിപന്, അതുപോലെ ഇസ്ലാമിക പണ്ഡിതന്മാര് ഇവർക്കൊക്കെ തീരുമാനമെടുക്കാവുന്നതാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. രണ്ടു വിധത്തിലുള്ള ശിക്ഷാവിധികളാണ് ഇസ്ലാം നടപ്പിലാക്കുന്നത്. ഒന്ന് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട ഹദ്ദാണ്, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷാവിധികളാണ്. ചില കാര്യങ്ങള് നിശ്ചയിക്കാതെ കിടക്കുന്നത്, പ്രത്യക്ഷത്തിൽ അവ്യക്തതയുള്ളത് എന്നൊക്കെ തോന്നുന്ന വിഷയങ്ങൾ ഉണ്ടാവും. അത്തരം വിഷയങ്ങളിൽ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള ഹദ്ദിനേക്കാൾ കടുപ്പമേറിയതല്ലാത്ത, അതിനോട് സമാനതയുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കുവാൻ ഇസ്ലാമിക കോടതിക്ക് അനുമതിയുണ്ട്, അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നതാണ് ഫുഖഹാക്കളുടെ യോജിപ്പോടു കൂടിയുള്ള അത് സംബന്ധമായ നിലപാട്. അപ്പോ അതുപോലെ ഒരു വിഷയമാണ് സ്വവർഗ രതി, സ്വവർഗ സംഭോഗം. യഥാർത്ഥത്തിൽ ഇത് സംബന്ധമായ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം, ആ സന്ദർഭത്തിൽ അത് പറയുകയും ചെയ്യാം. അതുപോലെ പല കാലഘട്ടങ്ങളിലും നിലനിന്നിരുന്ന ഒരു കാര്യമാണ് മൃഗഭോഗം എന്ന് പറയുന്ന, മൃഗങ്ങളുമായി ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുക എന്ന സംഗതി. ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായൊരു ശിക്ഷാവിധി ഖുർആനോ സുന്നത്തോ നൽകുന്നില്ല എന്നത് കാണാൻ കഴിയും. എന്നാൽ ഖുർആനിലും സുന്നത്തിലും നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവക്ക് ശിക്ഷ നിർണയിക്കാൻ ഇസ്ലാമിക കോടതിക്ക് അധികാരമുണ്ട്. അത് ഓരോ കുറ്റകൃത്യത്തിന്റെയും ഗൗരവവും അത് സമൂഹത്തിനുണ്ടാക്കുന്ന പരിക്കും ആഘാതവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെയും വലിയ സാമൂഹ്യ വിപത്താകുകയും ഫിത്നയായി മാറുകയും ചെയ്യും. ഫിത്നയായി മാറുമ്പോൾ അതിന് വധശിക്ഷ വരെ നൽകുന്നത് ഇസ്ലാമിക ശരീഅത്തില് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് വലിയ സാമൂഹ്യ വിപത്തായി മാറുന്നുവെങ്കിൽ, സമൂഹത്തിന് വലിയ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെയായി മാറുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത്രയും ഗൗരവത്തിൽ കണ്ടുകൊണ്ടുള്ള ശിക്ഷാവിധികള് അക്കാര്യത്തിൽ വേണ്ടിവരും എന്നതാണ് പൊതുവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ വായിച്ച രണ്ടായത്തുകളില് നിങ്ങള് ഈ കുറ്റവാളികളോട്, ഈ തെറ്റ് ചെയ്ത ആളുകളോട് അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ ദയാദാക്ഷിണ്യം കാണിച്ചുകൊണ്ട് കയ്യിറക്കുന്നവരായി മാറരുത് എന്നൊരു നിർദ്ദേശം നമ്മൾ കണ്ടതാണ്. അവിടെ ഫീ ദീനില്ല എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതും ശ്രദ്ധ പതിയേണ്ട ഒരു പ്രയോഗമാണ്. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്നത് എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു ഈ ക്രിമിനൽ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. അപ്പോ കേവലമായ ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങളോ മാത്രമല്ല അള്ളാഹുവിന്റെ ദീൻ, മറിച്ച് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു രാഷ്ട്രത്തിന്റെ പരിധിയിൽ, അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങൾ പോലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ദീനായിട്ട് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് എന്നത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയമാണ്. ഒന്നിനെയും ഒരു മേഖലയെയും മാറ്റി നിർത്തുന്ന ഒരു സമീപനം വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടില്ല. ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങളും ദൈവിക ദീനിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർവഹിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും എന്നാണ് അത് നൽകുന്ന സൂചന. അപ്പോ വേറെ ഒരു പൊതു തത്വമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, ശിക്ഷയില് ഇളവ്
നൽകിക്കൊണ്ട് ഇപ്പോ ഒരു 100 അടി അടിക്കേണ്ട ഒരു സംഗതി, ഒരു കുറ്റത്തിന് 99 അടി അടിച്ച് അവസാനിപ്പിക്കുക എന്നൊരു സംഗതി, അത് നടപ്പിലാക്കുന്ന ആളുകള് ആക്ഷേപത്തിന് വിധേയരാവാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ 101 പോകുന്നത്, അത് ശിക്ഷാവിധി നടപ്പിലാക്കുന്നത് അധികമായി പോകുന്നത്, അതും ആക്ഷേപാർഹമായ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു വിഷയമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കുറ്റവാളിയുടെ സാമൂഹ്യ നിലവാരം അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള സ്ഥാനം പരിഗണിച്ചുകൊണ്ട് ശിക്ഷ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു കിരാതമായ നടപടി മിക്കവാറും എല്ലാ സമൂഹങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചില വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ചില കുടുംബങ്ങളിൽ പെടുന്നവർക്ക് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരു പരിഗണന നൽകപ്പെടുന്നതായിരിക്കും. വേറെ ചില വിഭാഗങ്ങളിലോ കുടുംബങ്ങളിലോ എന്തെങ്കിലും സാമൂഹ്യമായ അധമത്വം ഉള്ള വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിഷ്കരുണം അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന രീതി പലപ്പോഴും മനുഷ്യ സമൂഹത്തെ പിടികൂടാറുള്ള അവരുടെ നിലപാടുകളിൽ സംഭവിക്കുന്ന വലിയ വീഴ്ചയായിട്ട് ആണ് അത് ഇസ്ലാം മനസ്സിലാക്കുന്നത്. അത് സമൂഹത്തിന്റെ നീതിയുടെ അടിത്തറ തകർത്ത് കളയുന്ന ഒരു വിഷയം ആണ് താനും. സ്ഥാനമാനങ്ങൾ നോക്കിക്കൊണ്ടോ പദവിയോ സോഷ്യൽ സ്റ്റേറ്റസോ നോക്കിക്കൊണ്ടോ അല്ല ശിക്ഷ തീരുമാനിക്കപ്പെടേണ്ടത് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. ജനങ്ങളെ, നിങ്ങളുടെ മുൻ സമുദായങ്ങൾ നശിച്ചു പോകാൻ കാരണമായത് എന്താണെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവരിൽ പ്രതാപവാന്മാര് മോഷ്ടിച്ചാൽ അവരെ വെറുതെ വിടുകയും പാവങ്ങൾ മോഷ്ടിച്ചാൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രീതി അവരവലംബിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ട ഉന്നത കുലജാതരായ ആളുകളാണ് അഴിമതിയോ അക്രമമോ മോഷണമോ വ്യഭിചാരമോ ഒക്കെ നടത്തുന്നതെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിൽ സമൂഹവും വ്യവസ്ഥിതിയും വലിയ ആവേശമൊന്നും കാണിക്കില്ല. എന്നാൽ ചെറിയ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായ അവസ്ഥയിലുള്ള ആളുകൾ, അത്തരം ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ വളരെ കണിശമായിട്ട് ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഒരു പ്രകടമായ ഒരു ഉദാഹരണമായിട്ട് കാണാൻ കഴിയുക, ഒരു കഴിഞ്ഞുകൂടി പോകാൻ വേണ്ടി ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ വീടുണ്ടാക്കാനോ ഒക്കെ വായ്പ വാങ്ങിയ ആളുടെ അടവ് തെറ്റിക്കഴിഞ്ഞാൽ അത് ജപ്തി ചെയ്യാൻ ബാങ്ക് ഭരണകൂടത്തിന്റെ എല്ലാ പിന്തുണയോടും കൂടി പോലീസിനെയും സന്നാഹങ്ങളെയും ഒക്കെ ആയിട്ട് പാഞ്ഞെത്തും. അതേ സമയത്ത് ബഹുകോടികള് രാജ്യത്തെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് മോഷ്ടിച്ച് ബാങ്കുകളെ വരെ വഞ്ചിതരാക്കിക്കൊണ്ട് പോയിക്കളയുന്ന, കടന്നു കളയുന്ന വളരെ വലിയ പദവിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റസ് ഉള്ള ആളുകൾ അവര് വലിയ മാന്യന്മാരായി നിലനിൽക്കുകയോ അല്ലെങ്കിൽ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുകയോ ചെയ്യുന്ന കാഴ്ച നമുക്ക് നിരന്തരം നമ്മുടെ രാജ്യത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ കാണിക്കുന്നത് ഇസ്ലാം ശിക്ഷാവിധി നടപ്പിലാക്കുന്ന വിഷയത്തിൽ ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ നിലപാട്. മറിച്ച് അത് ഉച്ചനീചത്വങ്ങൾ കാണിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകം പരിഗണന കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അത് ആ സമൂഹത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വ്യക്തമാക്കുന്നത്. ഒരു ഹദീസ് പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് ജനങ്ങൾക്ക് 40 ദിവസത്തെ മഴ ലഭിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് എന്നാണ്. സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങളാണ് ഒന്ന് മഴ തീർച്ചയായിട്ടും, അതേപോലെ തന്നെ നീതി നടപ്പിലാക്കുക എന്നത്. അനീതിയും അക്രമവും അവസാനിപ്പിക്കുകയും കുറ്റകൃത്യങ്ങൾക്ക്
അവസരമില്ലാതാക്കുകയും ചെയ്യുക എന്നത് മഴ ലഭിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ള സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ കാര്യമാണ് എന്നതാണ് ആ ഹദീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ശിക്ഷ നടപ്പിലാക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സമൂഹത്തിനുള്ള ഒരു ഗുണപാഠം എന്നുള്ള നിലക്ക് കൂടി ആവണം എന്നതാണ് മോഷണക്കുറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തില് ആയത്തില്, സൂറത്തുൽ മാഇദയാണെന്ന് തോന്നുന്നു 38-ാമത്തെ ആയത്തില് ജസാഅൻ ബിമാ കസബ നകാലൻ മിനല്ലാഹ് എന്നാണ് അവിടെ പരാമർശിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന് അവർ ചെയ്ത കുറ്റത്തിനുള്ള മതിയായ പ്രതിഫലമാണത്. അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പാഠം പഠിപ്പിക്കൽ കൂടിയാണ് അത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തില് ആളുകൾക്ക് പാപകൃത്യങ്ങളോട് ഒരു വലിയ അകൽച്ച കാണിക്കാനുള്ള ഒരു പ്രേരണയും ഒരു ഭയപ്പാടും ഒക്കെ ഉണ്ടാക്കുക എന്നത് കൂടി ശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ ഈ ആയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ 3-ാമത്തെ ആയത്താണെന്ന് നമ്മൾ പാരായണം ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഞാനത് വിശദമാക്കാം. അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. വ്യഭിചാരിണിയെ അല്ലാതെ വിവാഹം കഴിക്കുകയില്ല, അല്ലെങ്കിൽ കഴിക്കാവതല്ല. ഔ മുശ്രിക്കത്തൻ, അതല്ലെങ്കിൽ ബഹുദൈവ ആരാധകയെ അല്ലാതെ വിവാഹം ചെയ്യാവതല്ല. വസാനിയത്തു ലാ യൻകിഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ. വ്യഭിചാരിണി അവളെ ഒരു വ്യഭിചാരിയോ ബഹുദൈവാരാധകനോ അല്ലാതെ വിവാഹം ചെയ്യാവതല്ല. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് നിഷിദ്ധമാണ്. സത്യവിശ്വാസികൾക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ വ്യഭിചാരിയെയോ വ്യഭിചാരിണിയെയോ വിവാഹം ചെയ്യുക എന്നത് അനുവദനീയമല്ല, ഹറാമാണ് എന്നാണ് അല്ലാഹുവിടെ പറഞ്ഞു വെക്കുന്നത്. ഒരുപാട് വിശദാംശങ്ങൾ കണ്ടെത്തേണ്ട ഒരു വിഷയമാണിത്. വ്യഭിചാരി ആണ് എന്നൊരാളെ കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ, അത് വിവാഹത്തിന് മുമ്പുള്ള വ്യഭിചാരമാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു കഴിഞ്ഞാലും സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടാവും. അപ്പൊ അവരെ വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം. അതിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, വ്യഭിചാരി എന്ന ഒരിക്കല് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടു എന്നതിന്റെ പേരിൽ ആ വ്യക്തിയെ എക്കാലത്തും വ്യഭിചാരി എന്ന് പരാമർശിക്കുക എന്നത് ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യമാണ്. ചെയ്തു പോയ തെറ്റിന് പശ്ചാത്തപിച്ച് മടങ്ങുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും അല്ലെങ്കിൽ ഹൃദയം നൊന്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും തന്റെ ജീവിത രീതി വളരെ ഉത്കൃഷ്ടമായതാക്കി മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ആ പദം ഉപയോഗിച്ച് പരാമർശിക്കാവതേ അല്ല. എന്നാൽ വ്യഭിചാര പ്രവണത നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സ്റ്റേറ്റസ് വ്യഭിചാരി എന്നതാണ്. അത്തരം പരമായ നിലപാടുകളും സ്വഭാവങ്ങളും ഒക്കെ തന്നെ അതിൽ തിരുത്തൽ വരുത്താതെ അയാള് സമൂഹത്തിന് എന്നും ഒരു പുഴുക്കുത്തായ വിധത്തിലാണ് അങ്ങനെ നിലനിന്ന് പോകുന്നതെങ്കിൽ അയാൾക്ക് തുടർന്നും ജാനി എന്നോ അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ ജാനിയത്ത് എന്നോ ഉള്ള ഒരു സ്റ്റേറ്റസ് തന്നെയാണ് ഉണ്ടാവുക. സിന ചെയ്യുന്ന ആള് അല്ലെങ്കിൽ സിന ചെയ്യുന്ന ആണ്, പെണ്ണ്, ഈ വിധത്തിൽ. അപ്പൊ അത്തരം ആളുകളെ വിവാഹം ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് അനുവാദം നൽകുന്നില്ല. ഇങ്ങനെ ചില സംഭവങ്ങൾ ഹദീസുകളിൽ കാണാം. നമുക്ക് അതിലേക്ക് വരാം. അതിന്റെ മുമ്പ് സ്വന്തം മകളെ അല്ലെങ്കിൽ സഹോദരിയെ അല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തമുള്ള ഒരു മുസ്ലിം വനിതയെ, ഒരു സത്യവിശ്വാസിയായ വനിതയെ ജാനിയാണ് എന്ന് നമുക്ക് അറിയുന്ന ഒരാൾക്ക്, വ്യഭിചാരവൃത്തി ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് അറിയുന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളതല്ല. ഇസ്ലാം അത്
അനുവദിക്കുന്നില്ല. അത് അവർക്ക് ഹറാമാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇനി അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചത് അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്ത്, വ്യഭിചാരിണിയെ അല്ലാതെ ഔ മുശ്രിക്കത്ത് അല്ലെങ്കിൽ ബഹുദൈവ ആരാധകയെ അല്ലാതെ വിവാഹം ചെയ്യാവതല്ല. രണ്ടു വിധത്തിൽ അർത്ഥം പറയാവുന്ന ഒരു പ്രയോഗമാണ്. വ്യഭിചാരിണിയെയോ ബഹുദൈവ ആരാധകയെയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല എന്നൊരു കാര്യം ആണ് ഒരർത്ഥം. അത് അള്ളാഹുവിന്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ആ വായന എന്ന് പറഞ്ഞാൽ. വ്യഭിചാരിയായ ഒരാൾക്ക് അയാൾ എത്ര തന്നെ തലകുത്തി മറിഞ്ഞാലും അയാൾക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്, അയാൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും, ഒരു വ്യഭിചാരി ആയ സ്ത്രീയെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുശ്രിക്കത്തിനെ ആയിരിക്കും എന്നതാണ് ആ വായന നൽകുന്ന അർത്ഥസൂചന. മറ്റൊരു അർത്ഥ സൂചന വിവാഹം ചെയ്യാവതല്ല, ചെയ്തുകൂടാ, അവർക്കതിനുള്ള അർഹതയില്ല എന്നുള്ള, അവരങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുന്നതിനെ സമൂഹം സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് അത് നൽകുന്ന സൂചന. അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, വ്യഭിചാരിയായ ഒരാള് വ്യഭിചാരിണിയെയോ അല്ലെങ്കിൽ ബഹുദൈവാരാധകയെയോ അല്ലാതെ, മുശ്രിക്കത്തായ ഒരു സ്ത്രീയെയോ അല്ലാതെ വിവാഹം ചെയ്യാവതല്ല. സത്യവിശ്വാസികൾക്ക് യോജിച്ച ഒരു ബന്ധമല്ല അത്. സത്യവിശ്വാസിനികളെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നതാണ് അത് നൽകുന്ന സൂചന. ഇത് രണ്ടും പ്രസക്തമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാഹപൂർവമായ ഒരാളുടെ ജീവിതത്തിന്റെ കളങ്കരഹിതമായ ഒരു ജീവിതം അയാൾ നയിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് തീർച്ചയായിട്ടും അയാൾക്ക് അനുകൂലമായിട്ട്, അയാൾക്ക് ഏറ്റവും ഏറെ യോജിച്ചു പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മുഅ്മിനത്തിനെ തന്നെയാണ് സാധാരണഗതിയിൽ അള്ളാഹു അയാൾക്ക് ഇണയായിട്ട് നൽകുക. ഇത് സംബന്ധമായിട്ട് ഉള്ള പരീക്ഷണങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ യോജിപ്പ് അവര് തമ്മിലാണ്. ഒരു വിശ്വാസിയായ ആൾക്ക് യോജിക്കാൻ കഴിയുന്ന, ജീവിതത്തിലെ ഏറ്റവും ഏറെ പരസ്പരം യോജിച്ച് കഴിയേണ്ട ഒരു മേഖലയാണല്ലോ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും യോജിപ്പോടു കൂടി പോകാൻ കഴിയുന്നത് ഒരു വിശ്വാസിനിയുമായിട്ടാണ്. വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാളുമായിട്ട് ഒരു മുഅ്മിനത്തിന് ഇനി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അവർക്ക് ആ ബന്ധം നല്ല നിലക്ക് നിലനിർത്തിക്കൊണ്ടു പോവുക സാധ്യമല്ല. അത് ഏതെങ്കിലും വിധത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വലിയ അസ്വാരസ്യം ഉടലെടുക്കുന്നതിനൊക്കെ കാരണമായിട്ട് അത് മാറും. ഒരിക്കലും തന്നെ ഒരു ട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു റിലേഷൻഷിപ്പ് എന്ന നിലക്ക് ഒരു വ്യഭിചാരിണിയോട് യോജിച്ചു പോകുന്ന വിധത്തിലാവുകയില്ല ഒരു സത്യവിശ്വാസി. അതുപോലെ ഒരു സത്യവിശ്വാസിനിക്ക് വ്യഭിചാരിയായ ഒരാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ, അതുപോലെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതില് അള്ളാഹുവിന്റെ ബറക്കാത്തുകൾ ലഭിക്കുകയോ തൗഫീഖ് അനുഭവിക്കാൻ സാധിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരവസ്ഥയല്ല ഉണ്ടാവുക. ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് വ്യഭിചാരിയുമായിട്ട് അല്ലെങ്കിൽ വ്യഭിചാരിണിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ ഒരു കാര്യമാണ്. ഇവിടെ മുശ്രിക്കത്തിനെ പരാമർശിച്ചത് മുസ്ലിം സമൂഹത്തില് ഏതെങ്കിലും ഒരാള് വ്യഭിചാരിയായാൽ അല്ലെങ്കിൽ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടാൽ പിന്നെ അയാള് ഈ ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്ത്രീയെ പോയി കല്യാണം കഴിക്കാൻ അനുവാദമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അവർക്ക് അർഹതയുള്ളത് അത്രയേ ഉള്ളൂ എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇനി ഒരു വ്യഭിചാരിയായ ഒരാള് ഒരു സദ്വൃത്തയായ സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന് തന്നെ വെക്കുക. അത് നിയമദൃഷ്ട്യ ആ നിക്കാഹ് സ്വീകാര്യമാവാതെ പോകുമോ
എന്ന ഒരു വിഷയവും ചർച്ചയിൽ ഇത് സംബന്ധമായിട്ട് വരും. അപ്പൊ അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു വ്യക്തത, ഒരാൾ ഒരിക്കലും ഒരു ഹറാമ് ചെയ്തു പോയി എന്നത് ഒരിക്കലും തന്നെ അയാൾ ചെയ്യുന്ന ഹലാലിനെ നിഷിദ്ധമാക്കുന്നില്ല. ഒരിക്കലും ഒരാള് ഒരു കളവ് നടത്തി, ഒരു മോഷണം നടത്തി എന്ന് വെക്കുക, അത് ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഗൗരവം അതിനുണ്ട്. അയാള് പിന്നീട് കാശ് കൊടുത്തു വല്ലതും വാങ്ങിയാൽ അത് അയാൾക്ക് നിഷിദ്ധമാകുമോ എന്ന ചോദ്യം, കാശ് കൊടുത്തു വാങ്ങിയത് അയാള് ഹലാലായിട്ട് വാങ്ങിയ ഒരു സംഗതിയാണ്. ആ ഹലാലിനെ നിഷിദ്ധമാക്കുന്ന, ഹറാമാക്കുന്ന ഒരു സംഗതിയല്ല അയാൾ നേരത്തെ ചെയ്ത ഹറാമ്. അതുകൊണ്ട് നിക്കാഹ് നടത്തി എന്നതിനെ അത് ഫലപ്രദമല്ലാതെ അല്ലെങ്കിൽ സ്വീകാര്യമല്ലാതെ ആക്കൊന്നുമില്ല. പക്ഷെ അവരർഹിക്കുന്നില്ല എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അതേപോലെ തന്നെ അവിവാഹിതരായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കണിശമായ ധാർമ്മികത പുലർത്തി പോകാൻ പ്രേരണയാകുന്ന വിധത്തിലുള്ള ഒരു ആശയം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾ കാണുകയുണ്ടായി. ഏത് ബന്ധങ്ങളും അള്ളാഹു തരുന്നതാണല്ലോ. അള്ളാഹു നിശ്ചയിച്ച വിധത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും ഒക്കെയാണ് ആ ബന്ധങ്ങളിലൂടെ ലഭിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് അതിൽ വളരെ പ്രധാനമാണ്. അപ്പോ വിവാഹപൂർവമായ ലൈംഗികമായ കുത്തഴിഞ്ഞ ജീവിതം തുടർന്ന് പിൽക്കാലത്ത് അവര് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന വിവാഹബന്ധത്തില് അയാള് ആ തെറ്റുകൾക്ക് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടാതെയാണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകുന്നതെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭവങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാവാൻ ഇടയുണ്ട് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, വ്യഭിചാരിണിയെയോ അതല്ലെങ്കിൽ ഒരു മുശ്രിക്കത്തിനെയോ അല്ലാതെ വിവാഹം ചെയ്യാവതല്ല എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഒക്കെ അവരുടെ ഭരണകാലത്ത് ചില നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയുണ്ടായത്. സമൂഹത്തില് വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട ആണും പെണ്ണും അവരത് ഏറ്റുപറയുകയോ തെളിയിക്കപ്പെടുകയോ സാക്ഷ്യം മുഖേന തെളിയിക്കപ്പെടുകയോ ചെയ്യുന്ന ഘട്ടങ്ങളിൽ അവരെ 100 അടി വീതം നൽകുക എന്നത് നടപ്പിലാക്കപ്പെടുന്ന ഇസ്ലാമിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ശിക്ഷാവിധിയാണ്. അതിനെ തുടർന്ന് അവരെ പരസ്പരം വിവാഹം കഴിപ്പിക്കുകയും എന്നിട്ട് നാട്ടിൽ നിന്ന് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഒക്കെ നാട് കടത്തുകയൊക്കെ ചെയ്യുന്ന നടപടികൾ ഖലീഫമാരുടെ കാലത്ത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട ആണും പെണ്ണും അവർക്ക് ഒന്നാമതായിട്ട് വ്യഭിചാര വൃത്തി നടത്തിയതിനുള്ള ശിക്ഷ പരസ്യമായിട്ട് നൽകപ്പെടും. പിന്നീട് അവരെ പരസ്പരം വിവാഹം ചെയ്യിപ്പിച്ച് നാട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന, അവരെ നാട് കടത്തുന്ന 1-2 വർഷത്തേക്ക് ആ പ്രദേശത്ത് ഉണ്ടാവരുത് എന്ന വിധത്തില് നിഷ്കർഷിക്കുന്ന രീതി സ്വീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണ് ആ സമൂഹത്തിൽ വ്യഭിചാര വൃത്തി ഇല്ലാതാക്കുന്ന ചില നടപടിക്രമങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായത് എന്നതാണ് വസ്തുത. അപ്പോ വസാനിയത്തു ലാ യൻകിഹുഹ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ. ഇവിടെ വ്യഭിചാരിണിയെ കുറിച്ചാണ് പറയുന്നത്. വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീ, അവള് ലാ യൻകിഹുഹ, അവളെ വിവാഹം ചെയ്യാവതല്ല ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ, ആ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ട ആണ് അല്ലെങ്കിൽ ഒരു മുശ്രിക്ക്, ഇങ്ങനെ ആരെങ്കിലുമായിട്ടല്ലാതെ അവളെ വിവാഹം ചെയ്തു കൊടുക്കാവതല്ല എന്നതാണ് നൽകപ്പെടുന്ന സൂചന. അപ്പോ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിധത്തില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഭരണകാലത്ത് ഇങ്ങനെ വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് ശിക്ഷ നടപ്പിലാക്കിയിട്ട് അവരെ പരസ്പരം വിവാഹം ചെയ്യിക്കുകയുണ്ടായിരുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം,
ഈ വസാനിയത്തു വ്യഭിചാരിണി ലാ യൻകിഹുഹ അവളെ വിവാഹം ചെയ്യാവതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പുതിയ പ്രവണത സ്ത്രീയും പുരുഷനും ഒരുപോലെ പരിഗണിക്കപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരുപോലെ ചുമതലയുള്ളവരായി പരിഗണിക്കപ്പെട്ടുകൊണ്ട് വിവാഹം ചെയ്യുന്നത് പുരുഷനാണ്, വിവാഹം ചെയ്യപ്പെടുന്നത് സ്ത്രീയാണ് എന്ന ഇസ്ലാമിന്റെ വ്യവസ്ഥയെ തകിടം മറിക്കുന്ന കാണാൻ കഴിയും. യഥാർത്ഥത്തില് ഉഖ്ദത്തുൻ നിക്കാഹ് വിവാഹത്തിന്റെ ഉടമ്പടി പുരുഷന്റെ കയ്യിലാണ് അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പുരുഷനാണ് അതിലെ ചുമതലയും ഉത്തരവാദിത്വം ഉള്ളത്. കല്യാണം കഴിക്കുന്നത് പെണ്ണല്ല, ആണാണ്. ആണ് സ്ത്രീയെ സ്വീകരിച്ചുകൊണ്ട് വിവാഹം ചെയ്തുകൊണ്ട് ചുമതല ഏറ്റെടുക്കുകയാണ്. പെണ്ണ് പുരുഷനെ കല്യാണം കഴിക്കുന്നത് ഞാന് കല്യാണം കഴിച്ചു, ഞാൻ ഇന്നയാളെ വിവാഹം ചെയ്തു എന്ന് പറയുന്ന പരാമർശം നടത്തുന്ന വിധത്തില് പറയാവുന്ന ഒരു രൂപത്തിലല്ല ഇസ്ലാം അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ ആണിനെ കുറിച്ച് പറഞ്ഞപ്പോ അയാള് വിവാഹം ചെയ്യാവതല്ല എന്ന് പറയുകയും സ്ത്രീയെ കുറിച്ച് പറയുമ്പോ അവളെ വിവാഹം ചെയ്തു കൊടുക്കാവതല്ല എന്ന നിലക്കും പറയുന്ന ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചതെന്ന് കാണാൻ കഴിയും. അത് വ്യക്തമാക്കുന്നത് സ്ത്രീയല്ല വിവാഹം ചെയ്യുന്നത്, പുരുഷനാണ്. പുരുഷനാണ് വിവാഹത്തിന്റെ ഉടമ്പടി കൈവശമുള്ള ആള്. അതിന്റെ ചുമതലയും ഉത്തരവാദിത്വവും ഒക്കെ പുരുഷനെയാണ് അള്ളാഹു ഏൽപ്പിക്കുന്നത്. അപ്പോ ഇതിൽ വലിയൊരു വ്യത്യസ്തത അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലെ പ്രവണത എല്ലാ കാര്യങ്ങളിലും ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന വിധത്തില് ഇതിനെ തകിടം മറിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുരുഷന്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ് അവിടെ വളരെ നിസ്സാരമായി മാറുന്നതും പുരുഷൻ ഈ കാര്യങ്ങളിലൊന്നും ചുമതലയോ ഉത്തരവാദിത്വമോ ഉള്ള ആള് അല്ലാതായി മാറുകയും ചെയ്യുന്നു എന്നൊരു അപകടം പതിയിരിക്കുന്നുണ്ട്. അപ്പോ നിക്കാഹ് ചെയ്ത് പെണ്ണിനെ സ്വീകരിക്കേണ്ടത് പുരുഷനാണ്. സ്ത്രീ ഒരു പുരുഷനെ കല്യാണം കഴിക്കുകയല്ല ചെയ്യുന്നത്, പുരുഷൻ സ്ത്രീയെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ക്രമം അങ്ങനെയാണ്. അങ്ങനെ ആവുമ്പോഴാണ് ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നത് പുരുഷനായി മാറുന്നത്. എന്തായാലും ആ പ്രയോഗത്തില് അങ്ങനെ ഒരു സൂചനയും അടങ്ങിയിട്ടുണ്ട് എന്നത് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അലൽ മുഅ്മിനീൻ എന്നാണ് തുടർന്ന് പറയുന്നത്. അതായത് ജാനിയെ വിവാഹം ചെയ്യാൻ ഒരു മുഅ്മിനത്തിനും ജാനിയത്തിനെ വിവാഹം ചെയ്യാൻ ഒരു മുഅ്മിനും പാടുള്ളതല്ല. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് അവർക്ക് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3-4 ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ആ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണവും ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാക്കി വിശദാംശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് കരുതുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.